പ്രൈസ് ലോർഡ്. ഹെഡ്മി ലോർഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ കൊട്ടാരക്കര വീട്ടിലല്ല, ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്വന്തം വീട്ടിലാണ്, അഞ്ചൽ വീട്ടിൽ. ഈ വർഷം ഞാനിവിടെ അഞ്ചൽ വീട്ടിൽ വന്നത് പ്രത്യേകിച്ച് വീഡിയോസ് ഒക്കെ എടുക്കണം അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങോടും കൂടിയല്ല. കാരണം ഞാൻ നിങ്ങളുടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, വീട്ടിൽ 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, അമ്മയ്ക്കൊരു സഹായം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ വീട്ടുകാർക്ക് എന്നെ കൊണ്ട് യാതൊരു സഹായവുമില്ല. ഞങ്ങളുടെ വീട്ടിലെ പറമ്പിലെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ മരങ്ങളും ഉണ്ട്. ചിക്കു, വാളൻപുളി, റംബൂട്ടാൻ, കുടംപുളി, ഇരുമ്പൻ പുളി, മാവ്, പ്ലാവ്. തെങ്ങില്ല കേട്ടോ, റബ്ബർ വെച്ച പിന്നെ തെങ്ങില്ല. പണ്ട് തെങ്ങുണ്ടായിരുന്നു. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് രാവിലെ തന്നെ മീൻവണ്ടി മുറ്റത്തെത്തിയിട്ടുണ്ടേ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് പുള്ളിക്കാരനെ വീട്ടിലോട്ട് വിളിക്കാൻ വീട്ടിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു. എന്നെ കണ്ടോണ്ട് വന്നതാണെന്ന് തോന്നുന്നു. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടല്ലേ. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ അയലയും ചാളക്കുഞ്ഞും. എന്താ ചാള നല്ല ചാള, എല്ലാം നല്ലത് തന്നെ. കൊല്ലം മീനായിട്ടോ ചാള എടുക്കാം. പാത്രം എടുക്കുന്നോ? കുഞ്ഞൊന്നുമല്ല നല്ല ചാള. അയല എങ്ങനെയാ? അയില 1 കിലോ 100, 4. ഇതും എങ്ങനെയാ വില? ചാളയും അത് 200 കിലോ. ചാള കിലോ 100, 1/2 കിലോ 100. 1/2 കിലോ. അതാ എല്ലാം 200 ഇപ്പൊ കിലോ. ഏറ്റവും കൂടുതൽ ചാളയ്ക്കാവില്ല. പെട്ടി കാലിയാവാറായി. എല്ലാം ഇച്ചിരി ഒരുപാട് നാളായി ഇറങ്ങിയിട്ട് ഇന്നങ്ങ് ഇറങ്ങിയതാ. 1 കിലോ ചാള കണക്കാക്കി എടുക്കുക. ചാള എങ്ങനെ? 1 കിലോ 200. 1 കിലോ അല്ല, ഞാൻ മുൻതൂക്കത്തിൻ്റെ കണക്കൊക്കെ തരും. 12 ചാള 11 ചാള 1 കിലോയാ. 10. പൊതിയില്ല ചാള കൂടുതലായി മുണ്ട് പോയിട്ട് 200 രൂപയായി. 200 1 കിലോ 40 കടകൾ കേട്ടോ. പിന്നെ 100 രൂപ കിട്ടും. സൂപ്പർ അയില. ഇനിയിപ്പോൾ ഇന്ന് ഒരാഴ്ച വരത്തില്ലല്ലോ. കുഞ്ഞു ചൂര. ചേച്ചി എന്ന് വന്നാൽ 1 മാസമായി. ഇല്ലില്ല, ഞങ്ങള് ഇവിടെ വന്നിട്ട് 2 ദിവസമായുള്ളൂ. 2 ദിവസം അപ്പം അങ്ങനെ അയല വേണ്ടായിരിക്കും. ഇന്നലെ അയല ഉണ്ടായിരുന്നു ഇവിടെ. ചിക്കുമരത്തേല് താണ്ടേ മാറ് 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 വരാച്ചാ ഉപദ്രവിക്കുവേ. തോണ്ട ഓമയ്ക്ക കുറച്ച് തിന്നുന്നു. ഇവിടിനി ഒന്നും നിൽക്കത്തില്ല കേട്ടോ. വരാച്ചാ ഉപദ്രവിക്കും. വരാച്ചാ അമ്മയുടെ ഇരുമ്പം പുളിക്കകത്ത് ഉണ്ടായിരുന്നെന്ന് തോന്നല്ലോ. താണ്ട ഇരുമ്പം പുളി പറിച്ച് തിന്നുന്നു. അടുത്തോട്ട് പോവല്ലേ അമ്മേ. അമ്മയുടെ ഇരുമ്പം പുളി പറിച്ച് തിന്നുവാ. താണ്ടേ. അല്ല, ഇരുമ്പം പുളി അല്ലല്ലോ, എന്തോ വെച്ച് തിന്നുന്നേ. കാക്ക പറക്കുന്നു. ഇത് കുരങ്ങിന്റെ കേന്ദ്രമായി പോയല്ലോ. ദോണ്ടിരിക്കുന്നു ഒരു വല്യപ്പൻ. എന്താണ്ടൊക്കെ പറിച്ച് എറിയുക. അങ്ങനെ ഞാൻ നോക്കിയേ. അങ്ങനെ ടെറസിന്റെ മേളിൽ കയറി. നിങ്ങൾ ചെന്തങ്ങെന്ന് കേട്ടിട്ടുണ്ടോ? ചുമന്ന തെങ്ങ്. പണ്ട് നിറച്ച് കാഫലം ഉണ്ടായിരുന്നു, ഇപ്പൊ അധികം ഇല്ല. യോസാ, പഴുത്ത പാഷൻ ഫ്രൂട്ട് കിടപ്പുണ്ട്. കണ്ടില്ലേ കിടക്കുന്ന ഇഷ്ടം പോലെ. പാഷൻ ഫ്രൂട്ടാ മൊത്തം. പഴുത്ത പാഷൻ ഫ്രൂട്ടുകളുണ്ട്. വലിയ തോട്ടയുണ്ടോന്ന് അറിയത്തില്ല. നല്ല ചുമന്ന നാരങ്ങയാണ്. 365 ദിവസവും ഇതിനകത്ത് കാകള. എന്ത് മധുരമാണെന്നറിയോ. അതിനകത്ത് തന്നെ ഒരു പാഷൻ ഫ്രൂട്ടും പടന്ന് കയറിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ മണ്ടയിലോട്ടാ ഒരെണ്ണം കിട്ടത്തില്ല. അണ്ണാനും ഇപ്പം എന്താ കുരങ്ങ് ശല്യം. ഞങ്ങളുടെ ഏരിയയിലോട്ടൊന്നും കുരങ്ങേയില്ലായിരുന്നു, ഇപ്പോഴാ. ഇത് വാളൻപുളിയുടെ, അതായത് സാമ്പാർ പുളിയുടെ വലിയൊരു മരമാണ്. ഞാൻ പറഞ്ഞില്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ മരങ്ങളും ഈ പറമ്പിലുണ്ട്. ഞങ്ങളുടെ കൊച്ചിലെയൊക്കെ റബ്ബർ ഇല്ലായിരുന്നു കേട്ടോ. മൊത്തവും പറങ്കാവ്, മാവ്, പ്ലാവ്, തെങ്ങ് ഇതൊക്കെയായിരുന്നു. പിന്നാണല്ലോ ഈ റബ്ബർ വന്നത്. യോശൻ നാരങ്ങ കുത്തിയിട്ടിട്ട് നല്ല പഴുത്ത ഇത് തറയിൽ വീഴുന്നുടനെ അങ്ങ് പൊട്ടിക്കീറും. അത്രയ്ക്ക് വിളഞ്ഞു നിൽക്കുക. ഒത്തിരി അങ്ങ് മണ്ടയിലോട്ടുള്ളത് പറിക്കാൻ പറ്റിയില്ല. കാറ്റത്ത് ഇങ്ങനെ വീഴും. നല്ല പഴുത്തതായി. ഇവിടെ നിന്ന് ആരാംസേ നാരങ്ങയൊക്കെ തിന്നുവോ. ദിവസേന ഫുൾ ഇതായിരുന്നു നാരങ്ങ, പാഷൻ ഫ്രൂട്ട്. വീട്ടിൽ വന്നിട്ട് പറമ്പിനകത്തായിരുന്നു പേരയ്ക്ക. എല്ലാം ഫ്രഷായിട്ട് കഴിക്കാമല്ലോ.
പിന്നെ സ്വന്തം വീട്ടിൽ അടുക്കളയിൽ വന്നിരിക്കുന്നതൊക്കെ അവിടെ പറ്റാത്തതുകൊണ്ട് ഫുൾ ടൈം ഉറങ്ങിയും തീർത്തു. ഈ ചെടികളെന്ന് പറയുന്നത് കൂടുതലും ഇലച്ചെടികളാണ്. പിന്നെ പൂക്കൾ വരുന്ന ചെടികൾ എന്ന് പറയാൻ ആന്തൂറിയം ഉണ്ട്, ഓർക്കിഡ് ഉണ്ട്, പിന്നെ പേരറിയാത്ത കുറേ ചെടികളുണ്ട് കേട്ടോ. ഇലച്ചെടികളും എല്ലാം ഉണ്ട്. ആന്തൂറിയമാണ് കൂടുതലും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ചിന്തയോട് കൂടി അല്ല പോയത്. ഞാൻ പറഞ്ഞില്ലേ, ബ്രദറിന് 2 കൊച്ചു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ എനിക്കറിയായിരുന്നു. കാരണം 2 കുഞ്ഞുങ്ങളും 2 രീതിയാണ്. ഒരാൾ കുറച്ചു നേരമൊക്കെ അടങ്ങിക്കിടക്കും, ഒരാളുടെ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം, എപ്പോഴും ഒരാൾ അവരുടെ അടുത്ത് വേണം. മിക്കവാറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിക്കുന്നത് ഉച്ചയ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി തീരുമാനിച്ചായിരുന്നു. എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ പൊതുവെ എല്ലാവരും പറയും, നമ്മൾ പെൺകുട്ടികൾ നമ്മുടെ സ്വന്തം വീട്ടിൽ പോയാൽ ഫുൾ റെസ്റ്റ് എടുക്കാനാണ് പോകുന്നത്, അമ്മമാർക്കാണ് ബുദ്ധിമുട്ടെന്ന്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം നേരത്തെ തീരുമാനിച്ചായിരുന്നു, ഇപ്രാവശ്യം ഞാൻ അങ്ങനെയല്ല പോകുന്നത്. എൻ്റെ സ്വന്തം വീട്ടിൽ, അതായത് ഈ കൊട്ടാരക്കര വീട്ടിൽ ഞാൻ എന്തോരം ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ ചെന്ന് അങ്ങനെ ജോലി ചെയ്താൽ അമ്മമാർക്കൊരു റെസ്റ്റ് ആകും അത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഇനി തൊട്ട് എന്ന് ചെന്നാലും ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയല്ല പോകുന്നത്, അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയായിരിക്കണം നമ്മൾ നമ്മുടെ വീട്ടിൽ പോകേണ്ടത്. അതുകൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അടുക്കള ജോലികളെല്ലാം ഞാനാണ് ചെയ്തത്. അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് മൈൻഡും ഇല്ലായിരുന്നു. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാൽ ഇത്രയും വർഷങ്ങൾ കൂടിയിരുന്ന് സ്വന്തം വീട്ടിൽ പോന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രീഡം കിട്ടത്തില്ല. എനിക്ക് എൻ്റെ വീട്ടിലുള്ളവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. വീഡിയോ എടുക്കുന്ന രീതി നിങ്ങൾക്കറിയാമല്ലോ, അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? കച്ചോലം എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ അടിയിൽ ഇഞ്ചി പോലെ ഒരു കിഴങ്ങുണ്ട്. കുഞ്ഞിലെ ഞങ്ങൾക്ക് വയറ്റുവേദനയും ഛർദിയിലും ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ നീര് പിഴിഞ്ഞു കുടിക്കാൻ തരുമായിരുന്നു. ഒരു വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ലൈറ്റ് ശ്രദ്ധിക്കണം, പുറത്തുനിന്നുള്ള സൗണ്ട് ശ്രദ്ധിക്കണം. ഇതിവിടെ എൻ്റെ വീട്ടിലാവുമ്പോൾ ഞങ്ങളെല്ലാം വളരെ ജോളിയായിട്ട് സംസാരിക്കുന്നു. പിന്നെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുക്കിംഗ് ആണെങ്കിൽ, അടുക്കളയിലാണെങ്കിൽ അതവിടെ ഇട്ടിട്ടായിരിക്കും കുഞ്ഞുങ്ങളെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഞാൻ ക്യാമറയും കൊണ്ട് നിന്നാൽ അതെനിക്ക് ശരിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനത് ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തത്. അതുകൊണ്ട് ആർക്കും എന്നോട് ദേഷ്യം തോന്നില്ലേ. അപ്പോൾ പറമ്പിലെ കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത്. കറിവേപ്പിൻ്റെ തൈ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ താഴോട്ടുള്ള പറമ്പാണിത്. അതിൻ്റെ അപ്പുറത്തോട്ട് നേരത്തെ നെല്ല് വയലായിരുന്നു. ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്നാൽ അക്കരക്കരയെന്ന് വരുന്നവരെ കാണാൻ പറ്റുമായിരുന്നു, വയലായതുകൊണ്ട്. ഇപ്പൊ പക്ഷേ വയലെല്ലാം നികത്തി അതിനകത്തും റബ്ബറാണ്, മാവ്, പ്ലാവ് ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുരുമുളക് വളരെ കുറച്ചേ ഉള്ളൂ. നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു. കുരുമുളക് പറിപ്പ് തന്നെ 3-4 ദിവസം ജോലിക്കാരെ നിർത്തിയായിരുന്നു കുരുമുളക് പറിക്കുന്നതും അത് അവയ്ക്കുന്നതും ഒക്കെ. ഭയങ്കര രസമായിരുന്നു രാത്രിയിൽ. ഇനി അതൊക്കെ ഓർത്താൽ മതി. നല്ല ഫ്രഷ് ആയിട്ടുള്ള പേരയ്ക്ക വിളഞ്ഞു വരുന്ന ഉടനെ അണ്ണാനാണോ കിളിയാണോ കൊത്തുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും പറിച്ച് അന്നേരം തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പണ്ടാന്നേ ഞങ്ങളുടെ ഈ പറമ്പിൽ കറിവേപ്പ് പിടിക്കത്തേ ഇല്ലായിരുന്നു, ഒറ്റ ഒരു തൈയും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു തൈ കിട്ടി. ഇപ്പൊ ഇഷ്ടം പോലെ തൈയുണ്ട്. ചാമ്പയുണ്ട്, ആത്തയുണ്ട്, കറുകപ്പട്ടയുണ്ട്. തുളസി തൈ കൊണ്ടുവരണമെന്ന് വിചാരിച്ചു, എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അത് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. ഇനി എവിടുന്നേലും ഒരു തുളസി തൈ ഒപ്പിക്കണം. അത്യാവശ്യം പച്ചക്കറി എന്ന് വെച്ചാൽ വെണ്ടയുണ്ട്, മത്തയുണ്ട്, നിത്യവഴുതനയുണ്ട്, പിന്നെ പാവലുണ്ട്. വഴുതന ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. പല തരത്തിലുള്ള വഴുതന ഉണ്ടായിരുന്നേ. അച്ചാർ കുറേ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഒരു വീട്ടിലും കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യ്, കുപ്പിയിൽ വേറെ ചെറിയ കുപ്പിയിലാക്കിയിട്ട് ആദ്യം അതിൽ ലേശം വിനാഗിരി ഒഴിച്ച് ഒന്ന് കുലുക്കണം മൊത്തത്തിലാവാന്. എന്നിട്ട് അതിൽ ഇതുപോലെ അച്ചാറിട്ട് വെച്ചിട്ട് മുകളിൽ ലേശം വിനാഗിരി ഒഴിച്ച് അടച്ചു വെക്കൂ. അപ്പോൾ പന്നലാകത്തില്ല. ഫ്രിഡ്ജിൽ വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചേക്കാൻ. ഞാൻ വിചാരിച്ചത് നല്ല പുളിയുണ്ട്, പിന്നെ വിനാഗിരി ശരീരത്തിന് നല്ലതല്ലല്ലോ, അതുകൊണ്ടുകൂടെ അങ്ങ് അവോയ്ഡ് ചെയ്തതാ. അപ്പൊ അമ്മ പറഞ്ഞു, ഒത്തിരി നാൾ വെച്ചേക്കാനാണെങ്കിൽ ഒത്തിരി അല്ലല്ലോ, ലേശമല്ലോ വിനാഗിരി ഒഴിക്കുന്നുള്ളൂ, കുഴപ്പമില്ല എന്ന്. ഇത് കണ്ടോ, ഉച്ച കഴിഞ്ഞാൽ പിന്നെ പല തരത്തിലുള്ള കിളികളാണ് മുറ്റത്തും ചിക്കും മറ്റലും. രാത്രി ആയാല് വവ്വാലിന്റെ ബഹളം. ചിക്കു ഒറ്റ ഒരെണ്ണം കിട്ടത്തില്ല. ഇച്ചിരി പരുവമാവുന്ന ഉടനെ രാത്രി വവ്വാല് വന്ന് മൊത്തത്തെ അടിച്ചിടുക. ഇത്തിരി വിളയുന്ന ഉടനെ പറിച്ചു വെച്ച് പഴിപ്പിച്ച് തിന്നുക വീട്ടിൽ. അതും നല്ലോലൊന്നും കിട്ടത്തില്ല. എന്തുവാന്? ആ ജോഷിമോനാണോ? ജോഷുട്ടിയാണോ? ജോഷുവ കുഞ്ഞാനോ? ഞങ്ങളുടെ ജോഷുവ കുഞ്ഞാനോ? ആനോ? ജോഷുവ കുഞ്ഞാനോ? ജോഷുവ കുഞ്ഞാനോ? ഇങ്ങടി കുങ്ങാടി, ഇങ്ങടി കുങ്ങാടി, ഇങ്ങടി കുങ്ങാടി.
രാത്രി സിറ്റ് ഔട്ടിലിരിക്കാൻ നല്ല സുഖമാണ്. നല്ല തണുപ്പാണ്. കൊട്ടാരക്കരയേക്കാളും നല്ല തണുപ്പാണ് ഇവിടെ. ഈ ചെടികളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം മുറ്റത്തൂടി ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാണ് രാത്രിയിൽ. അപ്പോൾ ഈ ഒറ്റ ദിവസം മാത്രമേ ഞാൻ ക്യാമറ എടുത്തുള്ളൂ. രാവിലെയും രാത്രിയൊക്കെയുമായിട്ടാണ് പലപ്പോഴായിട്ടാണ് വീഡിയോ എടുത്തത്. ദേ ഇതാണ് വീട്ടിൽ നിൽക്കുന്ന കോലം. ആർക്കും ഒന്നും തോന്നല്ലേ. രാത്രികാല ചെടികൾ ആ ആ കൊണ്ടുപോകണം. ഞാൻ എൻ്റെ കിച്ചൺ കാണിച്ചപ്പോൾ പറഞ്ഞില്ലേ എനിക്ക് അവിടെ മണി പ്ലാന്റ് വെക്കണമെന്ന്. അപ്പോൾ എനിക്കറിയായിരുന്നു എൻ്റെ അഞ്ച വീട്ടിൽ ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് 1-2 തണ്ടൊക്കെ എനിക്ക് കൊണ്ടുപോകണം, എനിക്ക് അവിടെ വിൽക്കാനായിട്ട്. ഇത് പക്ഷേ എൻ്റെ ബ്രദർ നല്ല രീതിയിലാണ് ഈ ചെടികളെല്ലാം സൂക്ഷിക്കുന്നത്. അതിനെ ഓരോ ദിവസവും വേണ്ടതെല്ലാം ചെയ്ത് ഇതൊരു വള്ളിക്കകത്ത് കയറുണ്ടല്ലോ, ആ കയറ് ചുറ്റിയിട്ട് അതിനകത്ത് പടർത്തി വിട്ടേക്കുക. മൊത്തം ആന്തൂറിയമാണ് കൂടുതലും. ഞങ്ങൾ ഇവിടുന്ന് ബുധനാഴ്ച രാത്രിയിൽ പോയിട്ട് തിങ്കളാഴ്ച രാത്രിയാണ് എത്തിയത്. ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ പോകണമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞുങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് നിൽക്കുന്ന നിപ്പിലൊന്ന് വീട്ടിൽ പോകണമെന്ന് വെച്ചാൽ അതും പറ്റില്ലല്ലോ. ഞാൻ ചെടികളൊന്നും അധികം കൊണ്ടുവന്നിട്ടില്ല. കറിവേപ്പും കറ്റാർവാഴയും മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ബ്രദറും പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ സമയം കിട്ടുമ്പോഴൊക്കെ ചെടിച്ചട്ടിയൊക്കെ മേടിച്ച് ശരിയാക്കി വെക്ക്, മണ്ണൊക്കെ ഒരുക്കി വെക്ക്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മഴയത്ത് മണ്ണൊന്നും റെഡിയാക്കി വെക്കാനും പറ്റില്ല. ബ്രദറിന് അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. വെറും മണ്ണിൽ വെച്ചാൽ പറ്റില്ല, അതിന് തൊണ്ട് വേണം, പിന്നെ അതിന് പറ്റുന്ന മണൽ വേണം, മണ്ണൊരുക്കണം. ഇതെല്ലാം പറഞ്ഞു തന്നു. അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്തെങ്കിലല്ലേ അത് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഒക്കെ സാവധാനം ആവട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും അത്രയും ദിവസങ്ങൾ പോയതറിഞ്ഞില്ല. ഇതാണ് എൻ്റെ വീട്ടിലെ കാഴ്ചകൾ. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. അമ്മയുടെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല. അമ്മയും ഫുൾ ബിസിയാണ്, അടുക്കളയിൽ നിൽക്കുന്ന കോലമാണ്. ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ വേഷത്തിൽ എൻ്റെത് എടുക്കണ്ട, ഞാൻ കുളി കഴിഞ്ഞിട്ട് വേറെ നൈറ്റിയോ അല്ലെങ്കിൽ സാരിയോ ഉടുത്തിട്ട് ക്യാമറയുടെ മുമ്പിൽ വരാമെന്ന് പറഞ്ഞു. പിന്നെ പക്ഷേ അത് കഴിഞ്ഞിട്ട് സമയം കിട്ടിയില്ല. അടുത്ത പ്രാവശ്യം മുമ്പ് തീർച്ചയായിട്ടും അമ്മയുടെ വീഡിയോ കാണിക്കാമേ. ഞാൻ നേരത്തെ അമ്മയെ കാണിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ വർഷം ഞാൻ വെക്കേഷന് വന്നപ്പോൾ ഇട്ട വീഡിയോയിൽ അമ്മയുണ്ട്. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ അമ്മ, ബ്രദർ, വൈഫ്, ഇപ്പോൾ 2 കുഞ്ഞുങ്ങൾ, പപ്പ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.